ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു പ്രോൺസ് ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഒട്ടും താമസിക്കാതെ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ പ്രോൺസ് ഒക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വാഷ് ചെയ്ത് വെക്കണം. അതിൻ്റെ ആ ഒരു വേസ്റ്റൊക്കെ നന്നായിട്ട് പോകണം. ഇല്ലെങ്കിൽ ചിലർക്ക് വയറിൽ പിടിക്കില്ല, വയറുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അതിൻ്റെ മേളിൽ ഭാഗത്തെ അടിഭാഗത്തെ വേസ്റ്റൊക്കെ നന്നായിട്ട് കളയാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് എടുക്കുക. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് കൈ വെച്ച് മിക്സ് ആക്കി എടുക്കാം. ഇത് നമുക്ക് കുറഞ്ഞതൊരു ഹാഫ് ആൻ അവറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷം തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് അരി വേവിക്കാനായിട്ട് കുക്കറിലേക്ക് കുറച്ച് വെള്ളം, അതായത് അരി എടുക്കുന്നതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കുക. അതിനുശേഷം അതിലേക്ക് എല്ലാ സ്പൈസസും അതുപോലെ ഉപ്പും നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് തിളച്ച് വരണം. തിളയ്ക്കുമ്പോഴത്തേക്ക് നമുക്ക് അരിയൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. അപ്പം ഞാൻ അരി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്നുമില്ല, നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടൊന്നുമില്ല. ഇത് ഡയറക്റ്റ് കഴുകി അതിനകത്തോട്ട് ഇടുക കേട്ടോ. അപ്പോൾ ആ കഴുകിയ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ബസുമതി റൈസിന് പകരം ജീരകശാല റൈസാണ് എടുക്കുന്നത്. ബിരിയാണിക്ക് എപ്പോഴും നല്ലത് ജീരകശാല റൈസാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നമുക്കിതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് വെക്കാം കേട്ടോ. പെട്ടെന്ന് തയ്യാറാകും. അരിയുടെ വേവൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ പച്ചമുളകും ഒന്ന് ചതച്ചെടുക്കണം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കണം. വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല, അതുകൊണ്ട് എരിവൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുക്കറിൽ അരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഞാൻ കുക്കർ ബിസിലടിച്ചല്ല വേവിക്കുന്നത്, വെള്ളം വറ്റിച്ചാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിനി മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. അതിലേക്ക് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ നെയ്യും കൂടെ മിക്സാക്കി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മൾ മസാല തിരുമ്മി വെച്ചേക്കുന്ന പ്രോൺസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത്രയും വലിയ പാത്രത്തിൽ എന്തിനാണ് ഫ്രൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ ഇതിനകത്ത് തന്നെയാണ് ദം ചെയ്യുന്നതും ബാക്കി ഉള്ളിയൊക്കെ വഴറ്റുന്നതും ഈ ഒരു ഓയിലിൽ തന്നെയാണ് കേട്ടോ. അപ്പം വേറെ നമുക്ക് എക്സ്ട്രാ ഓയിലൊന്നും എടുക്കണ്ട, ഇത് തന്നെ മതി. അപ്പോൾ പ്രോൺസൊക്കെ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു വശം വെന്ത് വരുമ്പോൾ തിരിച്ചിട്ട് മറ്റേ വശവും കൂടി നമുക്ക് വേവിച്ചെടുക്കണം. പ്രോൺസ് ആയതുകൊണ്ട് അധികം ഫ്രൈ അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രോൺസൊക്കെ ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് എടുത്ത് മാറ്റട്ടെ. ഇനി നമുക്ക് ഈ ഓയിലേക്ക് തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. നമ്മൾ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3 ചെറിയ സവോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒന്ന് ആ ഒരു സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വരണം കേട്ടോ. ആ ഒരു കളറൊക്കെ മാറി നന്നായിട്ട് വഴണ്ടി വരണം. അപ്പോഴാണ് നമ്മുടെ ബിരിയാണിക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഉപ്പ് പോരുന്നുണ്ടെങ്കിൽ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി മീൻ വറുത്തപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതൊക്കെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനേ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ കൂടെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് ആ ഒരു തക്കാളി ഒന്ന് വഴറ്റി വരണം. അതുവരെ നമുക്കിതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പലരും പല രീതിയിൽ പ്രോൺസ് ബിരിയാണി ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ബിരിയാണിയാട്ടോ, പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം ഇവിടെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആ പ്രോൺസ് ഫ്രൈ ചെയ്തേക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക്. അതിന് ശേഷം കുറച്ച് മല്ലിയിലയും അതുപോലെ പുതിനയിലയും കൂടി ചേർത്ത് കൊടുക്കുക. മല്ലിയിലേനേക്കഴിഞ്ഞും കുറവായിരിക്കണം പുതിനയില എടുക്കുന്നത് കേട്ടോ. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ആ ഒരു പുതിനയിലയുടെ ചുവയായിരിക്കും. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന് പകരം ഗരം മസാല ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കരുത്. ഫിഷ് ബിരിയാണി ആയതുകൊണ്ട് വേറെ മസാലയൊന്നും ചേർത്ത് കൊടുക്കണ്ട, ഈ ഒരു മസാല മതി കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ആ ഒരു പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നോടം വരെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു ബിരിയാണി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഇനി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അവർ ചോദിക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊരു മസാലപ്പൊടി ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അടച്ച്. ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചോറ് ഞാൻ വേവിച്ച് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ.
അതും കൂടെ ഞാൻ ആ ഫിഷിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് കുറച്ച് പാലിനകത്ത് മഞ്ഞൾപ്പൊടി കലക്കിയതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പുറത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബിരിയാണി ഇത്രയേ ഉള്ളൂ, റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് ആവി കയറ്റി എടുത്തിട്ട് എല്ലാവർക്കും സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.